ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ പരിശീലകനായ സൗത്ത് ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് സൗത്ത് ഗേറ്റിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് 2026 വരെ. ഒരുപക്ഷെ ഈ ഒരു യൂറോ കപ്പിൻ്റെ റിസൾട്ട് എന്താണേലും, അതായത് ഫൈനലിലെ റിസൾട്ട് എന്താണേലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായം ആരും നോക്കാം, നമ്മുടെയൊക്കെ അഭിപ്രായം ആരും നോക്കുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വേണ്ട എന്ന് തന്നെയാണ്, അതിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എന്ന് തന്നെയാണ്. കാരണം അത്ര മികച്ചൊരു പ്ലേയേഴ്സാണ് ഇംഗ്ലണ്ടിലുള്ളത്. പക്ഷേ അവരെയൊന്നും അദ്ദേഹം അത്ര നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല. കളി കാണാൻ പ്രത്യേകിച്ച് ഒരു രസമില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇംഗ്ലണ്ടിൻ്റെ കളി കാണുമ്പോൾ. കഴിഞ്ഞ യൂറോയിലൊക്കെ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ കളി എന്ന് പറയുമ്പോൾ വേറെ ലെവലായിരുന്നു. പക്ഷേ ഈ ഒരു യൂറോയിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കളി എന്നൊക്കെ പറയുന്നത് അത്ര മികച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ ഉറപ്പായിട്ടും സൗത്ത് ഗേറ്റുമാർ മറ്റൊരു പരിശീലകൻ വരുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് സൗത്ത് ഗേറ്റ് 2026 വരെ, അതായത് ഇവരുടെ വേൾഡ് കപ്പ്, അടുത്ത വേൾഡ് കപ്പിലേക്കും സൗത്ത് ഗേറ്റ് തന്നെയാണ് പ്ലാൻ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രണ്ട്ലി മാച്ച്. ആ ഒരു ഫ്രണ്ട്ലി മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. എന്തായാലും ആ ഒരു മാച്ചിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണം. കുറച്ച് കാര്യങ്ങളല്ല, ഒരു കാര്യം നോക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതായത് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള ഉത്തരം ഏതാണ്ടൊക്കെ ആൾക്കാർക്ക് കിട്ടിക്കാതും സന്ദീപ് സിംഗ് ആയിരുന്നു. എന്തായാലും സന്ദീപ് സിംഗ് മാത്രമല്ലായിരുന്നു ക്യാപ്റ്റൻ. ഫസ്റ്റ് ഹാഫിൽ സന്ദീപ് സിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ക്യാപ്റ്റനായിരുന്നത് പ്രീതം കോട്ടാലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഫസ്റ്റ് ഹാഫിൽ സന്ദീപ് സിംഗും സെക്കൻഡ് ഹാഫിൽ പ്രീതം കോട്ടാലും ആയിരുന്നു ക്യാപ്റ്റനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉണ്ടായിരുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ FC-യുടെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. അതായത് ഗനേറോ റോഡ്രിഗസ് എന്ന് പറയുന്ന 26 വയസ്സുകാരനായ സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ FC ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റൂമറാണ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യം അദ്ദേഹം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്പെയിനിൽ തന്നെയാണ്. സെവിയുടെ യൂത്ത് പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ സെവിയയ്ക്ക് വേണ്ടി ഒരു മത്സരം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പാനിഷ് സെക്കൻഡ് ടയർ, തേർഡ് ടയർ തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിരിക്കുന്നത്. കൂടാതെ സ്പെയിനിൻ്റെ Under-17, Under-20, Under-19 തുടങ്ങിയ കാറ്റഗറിയിലും അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. എന്തായാലും സ്പെയിനിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ്. എന്തായാലും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും സ്വന്തമാക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് CMF ആയിട്ട് കളിക്കും, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, അതുപോലെ തന്നെ സെൻറ്റർ ബാക്കായിട്ട് കളിക്കും. അതായത് ഇതിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് തന്നെയാണ്. എന്തായാലും ഉറപ്പായിട്ടും ഹിജാസി മെഹറിൻ്റെ കൂടെ അവർ ഉറപ്പായിട്ടും അദ്ദേഹത്തെ ആയിരിക്കും പ്ലേസ് ചെയ്യാൻ നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി അവർക്ക് നല്ല അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. സോ അവിടേക്കൊരു പ്രോപ്പർ സെൻറ്റർ ബാക്ക് ആയിരുന്നു ഡിഫൻസിനെ കുറച്ചുകൂടെ ശക്തിയാക്കാൻ വരേണ്ട ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹിജാസി അത്ര ഒരു ഭയങ്കര പ്ലെയർ ആണെന്നും ഞാൻ പറയത്തില്ല സെൻറ്റർ ബാക്ക് പൊസിഷന്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും അവരുടെ ഡിസിഷൻ എന്ന്. മിക്കവാറും ഇദ്ദേഹമായിരിക്കാം വരുന്നത്.